ഹായ് ഹലോ. ഇന്ന് പഴമയുടെ രുചിയിൽ അടിപൊളി ഒരു കടച്ചക്കക്കറി തയ്യാറാക്കിയാലോ. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതാ കടച്ചക്ക നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കുവാണ്. ഇത് പുഴുങ്ങി കഴിക്കാൻ അടിപൊളിയാണ്. ചെറുതിലെ ഞങ്ങൾ സ്കൂളും വിട്ട് വരുന്ന സമയത്ത് ഉമ്മ ഇത് പുഴുങ്ങി തരുമായിരുന്നു. മൺകലത്തിൽ പച്ച നല്ല തേങ്ങയൊക്കെ ചിരവിയിട്ട് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കട്ടൻ ചായയുടെ കൂടെയൊക്കെ തരുമായിരുന്നു. അടിപൊളിയാണ്. കറി വെച്ച് കഴിക്കാനും പുഴുങ്ങി കഴിക്കാനൊക്കെ അടിപൊളിയല്ലേ. അങ്ങനെ ഇതാ കടച്ചക്ക ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കാം. അങ്ങനെ ഇതാ കടച്ചക്ക കഴുകി വരുവാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ അടുപ്പിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ അതിലേക്ക് ഒരു സബോള കട്ട് ചെയ്തതും 3 പച്ചമുളക് നടുവേ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പിൽ അടച്ചു വെച്ച് വേവിക്കുക. അരപ്പിനായിട്ട് അരമുറി തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് വറുത്തരച്ച് ചേർക്കുക. ഇപ്പോൾ ഇതാ കടച്ചക്ക പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ വറുത്തെടുക്കുവാണ്. ഇനിയിപ്പോൾ തേങ്ങയുടെ കളർ മാറി വരുന്ന സമയത്ത് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് മുളക് പൊടിയും 3 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ഈ തേങ്ങയുടെ കൂടെ തന്നെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. തേങ്ങയുടെ ചൂടെല്ലാം കൂടെ പൊടി കരിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് ഇതാ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക. കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാതെ തന്നെ കിട്ടണേ. ഇപ്പോൾ ഇതാ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അല്പം വെള്ളവും കൂടെ ചേർത്തതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് അടിപൊളി കറി തയ്യാറായിട്ടുണ്ട്. ഇനി ഒന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ചേർക്കുകയാണ്. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കടുകും പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 3 വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് എണ്ണ ചേർത്തെടുക്കുക. ഇത് അടിപൊളി നാടൻ കടച്ചക്കക്കറി തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.